സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. വീഡിയോ ഇടാൻ അല്പം വൈകി എങ്കിലും ഒരു വീഡിയോ ഇട്ട് കാര്യങ്ങളൊക്കെ പരിഹരിക്കാം എന്ന് കരുതിയിരിക്കുകയാണ്. വീഡിയോ കാണാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു പലരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. വേണ്ട, വീഡിയോസ് തുടരെ വന്നുകൊണ്ടേയിരിക്കും. അല്പം വൈകിയാലും വീഡിയോസ് വരും. 2025 ഏത് തരത്തിലുള്ള വീഡിയോസ് ചെയ്താലാണ് യൂട്യൂബിൽ കൂടുതൽ ആളുകൾ കാണുക അല്ലെങ്കിൽ കൂടുതൽ വ്യൂസ് ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു. വേണ്ടത്ര പ്രതികരണങ്ങളൊന്നും ആ വീഡിയോക്ക് കണ്ടില്ല. എത്ര നല്ല വീഡിയോ ചെയ്താലും കാണാൻ ആളില്ല എങ്കിൽ പിന്നെ വീഡിയോ ചെയ്യാൻ ആർക്കും അത്ര ഇമ്പമുണ്ടാവില്ല. അപ്പോൾ വീഡിയോ ചെയ്താൽ മാത്രം പോരാ, അത് ആളുകൾ കാണുകയും വേണം. തീരെ എഫേർട്ട് ഇടാത്ത വീഡിയോകൾ ചിലപ്പോൾ കൂടുതൽ ആളുകൾ കാണും. കൂടുതൽ എഫേർട്ട് ഇട്ട് ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അതാരും കാണില്ല. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോ എങ്ങനെ വൈറലാക്കാം, ഏത് തരത്തിൽ വീഡിയോ ചെയ്താൽ വൈറലാകും, അല്ലെങ്കിൽ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്താൽ നല്ല വ്യൂസ് കിട്ടും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ കാണാൻ സാധിക്കും. ഈ തമ്പനെയിൽ കണ്ട് ആരും അതിൽ വീഴാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വെറുതെ സമയം കളയുക മാത്രമാണ് അതൊക്കെ. വീഡിയോസ് റെഗുലറായിട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആകർഷണീയമായ തമ്പനെയിൽ വെക്കുക, അങ്ങനെ ആളുകൾ അതിൽ ട്രാപ്പിൽ വീഴുക. നിങ്ങൾ ഒരു വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും തുടർന്ന് ആളുകൾ വരുന്നത്. ഒരാളടുത്ത് കമൻ്റ് ചെയ്തു പോയില്ലേ, വായിച്ച് അർത്ഥം പറയുകയാണെങ്കിൽ അതിപ്പോൾ എല്ലാവർക്കും പറ്റുമല്ലോ. അതല്ല, ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാ ലഭിക്കണമെങ്കിൽ മാത്രമേ പിന്നീട് ആളുകൾ വരുള്ളൂ. ഞാനതിന് വ്യക്തമായൊരു മറുപടിയും കൊടുത്തിട്ടുണ്ടായിരുന്നു. വെറും നമ്മൾ വായിച്ചർത്ഥം പറയുന്ന ഒരു രീതിയല്ല പറഞ്ഞത്, അതുകൊണ്ട് ഒരു മെച്ചവുമില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നും യൂട്യൂബ് പറഞ്ഞിട്ടില്ല എന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വീഡിയോസ് AI-ക്ക് ഉപയോഗിക്കാൻ തക്ക രീതിയിൽ അലോ ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഓപ്ഷൻ നമ്മുടെ യൂട്യൂബിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നത്. അപ്പം ആളുകൾ കണ്ടാൽ തന്നെ അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളല്ല ഉള്ളത്. അത് ചിലപ്പോൾ ആളുകൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കി, അല്ലെങ്കിൽ വ്യൂസ് നോക്കി, ലൈക്ക് നോക്കിയൊക്കെയാണ് ആളുകൾ പ്രതികരിക്കുന്നത്. നേരെ മറിച്ച് വലിയ വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ആളുകൾ അത്തരത്തിലല്ല പ്രതികരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ പ്രതികരിക്കുക. അപ്പോൾ യൂട്യൂബിൽ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലറായിട്ട് യൂട്യൂബിൽ നിന്ന് ഒരു ജോലിക്ക് പോയിട്ട് കിട്ടുന്നത് പോലെ അതിനേക്കാളേറെയൊക്കെ വരുമാനം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ അപൂർവം ചില ആളുകൾക്ക് മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ലോട്ടറി പോലെ ഒന്നല്ല. എഫേർട്ട് ഇട്ടാൽ തീർച്ചയായിട്ടും എന്തെങ്കിലും അതിൻ്റെ പ്രതിഫലം ലഭിക്കാതിരിക്കില്ല എന്നുള്ളതാണ്. എപ്പോഴാണ് വൈറലാകുക, എങ്ങനെയാണ് അത് ആളുകളിലേക്ക് എത്തുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എങ്കിലും ചിലപ്പോൾ ചില നല്ല വീഡിയോസ് കയറി അങ്ങ് വൈറലായി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്ന് പിന്നീട് അതിനോടനുബന്ധിച്ച് തന്നെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പോൾ
ചില വീഡിയോസൊക്കെ നല്ല രീതിയിൽ മുന്നേറിയാൽ പോലും തുടർന്നിടുന്ന വീഡിയോക്കൊന്നും വേണ്ടത്ര പ്രതിഫലനം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും യൂട്യൂബിൽ നിന്ന് ആളുകൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നവരുണ്ട്. ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പ്രമുഖ യൂട്യൂബർ പറഞ്ഞത് കൊറോണ ടൈമിൽ ഒരു മാസം 22 ലക്ഷം രൂപ വരുമാനം ലഭിച്ചു എന്നാണ്. സത്യസന്ധമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അത് പിന്നീട് കൊറോണയ്ക്ക് ശേഷം ആളുകൾ പല രീതിയിലും ജോലിക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അത് 2 ലക്ഷത്തിലേക്കും 3 ലക്ഷത്തിലേക്കും ഒക്കെ കുറഞ്ഞു. അപ്പോൾ ഒറ്റ മാസം കൊണ്ട് തന്നെ 22 ലക്ഷം രൂപ നേടിയ ആളുകളൊക്കെ യൂട്യൂബിലുണ്ട്. യൂട്യൂബ് നല്ല ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് വരുമാനം ഉണ്ടാക്കാൻ. പക്ഷേ അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല എന്ന് മാത്രം. അപ്പോൾ നിരാശപ്പെടാതെ എന്തെങ്കിലുമൊക്കെ വീഡിയോകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. അപ്പോൾ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വീഡിയോകൾക്കായി കാത്തിരിക്കുക. വീണ്ടും വീഡിയോകൾ ഇട്ടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.